അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് സ്വാലിഹ് മോനെ പിന്നെയും വന്നിട്ടുണ്ട്. സ്വാലിഹ് മോനെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, പിന്നെ നമ്മൾ അതിന്മേൽ കൂടാതിരുന്നതായിരുന്നു. സ്വാലിഹ് മോനെ ഇന്നത്തെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. സ്വാലിഹ് മോനെ ആരിസ് മദനി ഉസ്താദ് എൻ്റെ പാൽക്കുപ്പി എൻ്റെ ചുണ്ടമത്തെ പാലിൻ്റെ അത് മാറിയിട്ടില്ല. അപ്പത്തിന് ഓൻ എന്ത് ചെയ്തു, ഈ ആദ്യം വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഭയങ്കര വെല്ലുവിളിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹാരിസ് മദനി ഉസ്താദ് ഓനെ 1-2 ക്ലിപ്പ് ഇത് പറഞ്ഞിരുന്നു. അപ്പം എന്നിട്ട് ഹാരിസ് മദനി ഉസ്താദിന് ഓൻ പറയുന്നുണ്ട്, കളർ കുപ്പായിട്ട രംഗങ്ങളൊക്കെ പറയുന്നുണ്ട്. മോനെ സ്വാലിഹേ, എൻ്റെ കാട്ടുകളിലിട്ട കളർ കുപ്പായം കണ്ടിട്ടില്ല, ചതിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ കളർ കുപ്പായം എന്നാ ഇങ്ങോട്ട് നോക്കാം. എൻ്റെ ഷെയ്ഖിൻ്റെ കളർ കുപ്പായം, എൻ്റെ ഷെയ്ഖിൻ്റെ പാൻറ്റും കുപ്പായൊക്കെയാണ്. അതൊന്നും കണ്ടിട്ടില്ലേ? ഇനി ഹാരിസ് മദനി ഉസ്താദിനെ പറ്റി പറഞ്ഞു, ഇനി പറയാം, ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അദ്ദേഹത്തിന്റെ വേഷം കെട്ടലൊക്കെ കാണുമ്പോൾ തന്നെ തോന്നുന്നത്, വേഷം കെട്ടലിൽ ഏറ്റവും വലിയ ഷെയ്ഖ് ആരാറിജ് കോമാട്ടുചാലിൽ അബ്ദുള്ളയാണ്. വേഷം കെട്ടലിൽ ഏറ്റവും വലിയ ഷെയ്ഖ് കോമാട്ടുചാലിൽ അബ്ദുള്ളാനെ കഴിച്ചിട്ടുള്ളൂ വേറുള്ളവര്. അയാൾ ഇന്ന് വെളുപ്പിച്ച് പേരോടിനെ ഒരു സൈഡാക്കുന്നുള്ളതാണ്. നമുക്കൊന്ന് ഇജങ്ങായി പേരോട് എന്ന് പറയാം. പേരോട് ഉസ്താദിന്റെ മൂത്രം ചാടിക്കെടുക്കാൻ മാത്രം ഉണ്ട്. പേരോട് ഉസ്താദിന്റെ ശരീരത്തിലുള്ള രോമത്തിന്റെ കഷ്ണം പോലും ആവാൻ നിനക്ക് നിന്നെ കൊണ്ട് കഴിയൂല. നിന്റെ ചരിത്രമൊക്കെ ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. നിന്റെ ഓരോ ചരിത്രങ്ങളും ഇവിടെ കിട്ടി. കേട്ടോ അയാൾക്ക് എന്താ പറയാനുള്ളത്? ഇബിലീസ് ത്വരീഖത്തിന്റെ ചാവേറായിട്ട് ഒരു പാൽക്കുപ്പി പയ്യൻ ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദ്യം ചെയ്യുന്നത് ആരെയാ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെയൊക്കെയാണ്. സംഗതി വലിയ കോമഡിയാണ്. പാൽക്കുപ്പി ചുണ്ടിൽ നിന്ന് മാറ്റാൻ പ്രായമാകാത്ത ചെക്കനൊക്കെ എന്തോ കൊമ്പത്തെത്തി എന്ന് വിചാരിച്ചിട്ട് പേരോട് ഉസ്താദിനെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. ഹാരിസ് മദനി ഉസ്താദ് പറഞ്ഞത് സത്യല്ല സ്വാലിഹേ. അത്രയും പണ്ഡിതനാണ്. അക്കാലഘട്ടത്തിൽ എൻ്റെ കോമാടന്റെ ഉമ്മാനെ കെട്ടിച്ചതിന്റെ മുന്നത്തെ കാലഘട്ടത്തിൽ പ്രസംഗിക്കൽ തുടങ്ങിയ ഒരു വലിയ പണ്ഡിതനാണ് പേരോട് ഉസ്താദ്. ആ പേരോട് ഉസ്താദിന്റെ നേരെ നിന്റെ വാക്ക് വന്നപ്പോഴാണ് പറയാണ്ടായ കാരണം. ഇവനൊക്കെ പേരോട് ഉസ്താദിനൊക്കെ പറയാന് ബാക്കി ഞാൻ ഇൻഷാ അല്ലാഹ് പറയട്ടെ, ലാസ്റ്റ് പറയാം. ഇബ്ലീസ് മൗലവി, താങ്കൾ ഇപ്പൊ ഇതിൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇവിടെ എനിക്കൊരു തെറ്റുപറ്റി. ഇബ്ലീസ് മൗലവി എന്ന് വെച്ചുള്ള ഹാരിസ് മദനി ഉസ്താദിനെ വിളിച്ചത്. പക്ഷെ അത് വിളിക്കേണ്ടത് ആരെ അറിയോ? നൗഷാദിനെയും കോമാട്ടുചാലിൽ അദ്ദൂനെയാണ് വിളിക്കേണ്ടത്. മാത്രമല്ല കുഞ്ഞാമീനെയും പമ്പൈസിനെയാണ് വിളിക്കേണ്ടത്. കാരണം അവരാണ് ഇബിലീസിനെ സ്വർഗത്തേക്കാക്കാൻ വേണ്ടി നിന്നിരുന്നത്. ഇബിലീസിനെ വലിയ നേതാവാക്കിയതും ഇബിലീസിനിക്ക് തോപ കൊടുത്തതും ഇബിലീസിനെ തോപല്ലിച്ചതും ഇബിലീസിനെ സ്വർഗത്തേക്ക് കൊടുന്നതും ഒക്കെ ആരാരേജ്? അത് കോമാട്ടുചാലിൽ അബ്ദുള്ളയും നൗഷാദും പമ്പൈസും കുഞ്ഞാമതാണ്. അതുകൊണ്ട് വിളിക്കേണ്ടത് ഇബ്ലീസ് മൗലവി എന്ന് വിളിക്കേണ്ടത് നൗഷാദിനെയാണ് ആദ്യം വിളിക്കേണ്ടത്. നാട്ടിലൊക്കെ കാണുന്ന ചില പെയിന്റ് പണിക്കാരുണ്ട്. അവര് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി വരും. എന്നിട്ട് തെക്ക് വടക്ക് നടന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചായന്റെ നേരമാകുമ്പോൾ ചായയൊക്കെ കുടിച്ച് ചോറിന്റെ നേരമാകുമ്പോൾ ചോറൊക്കെ തിന്ന് അതിന്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ക്യാഷും വാങ്ങി പോകുന്ന ചില തൊഴിലാളികളുണ്ട്. അവരുടെ അതേ പണിയാ താങ്കളും ചെയ്യുന്നത്. ഈ പറഞ്ഞതിന് എനിക്ക് ഹാരിസ് മദനി എല്ലാം മറുപടി തരാം. ഈ പറഞ്ഞതിന് എനിക്ക് മറുപടി തരാം നാട്ടിലുള്ള പെയിന്റിന്റെ പണിക്കാർ തരും. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പെയിന്റ് പണിക്കാർ കള്ളന്മാരാണെന്നോ പണിയെടുക്കാത്തവരാണെന്ന് അല്ലേ? ഇജ് പറഞ്ഞതിന്റെ അർത്ഥം പെയിന്റ് പണിക്കാർ പണിയെടുക്കാത്തവരാണ്. ഓരെന്ത് ചെയ്യും? പെയിന്റ് അടിച്ചാനാണെന്നുള്ള പേരിലും പറഞ്ഞിട്ട് രാവിലെ വരുന്നിട്ട് ചായ കുളിച്ചുകാണ്ടാണ് അത്ര പെയിന്റ് അടിച്ചാൻ വരിക. അതോ പറഞ്ഞത് കുളി കഴിഞ്ഞാണ്ട് പെയിന്റ് അടിച്ചാൻ വരുന്നിട്ട് ചായ കുടിച്ചെന്നിട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. വൈകുന്നേരം ഉച്ചയാകുമ്പോൾ ചോറും വെച്ചും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കാശും വാങ്ങിയാണ്ടാണ് പോകുന്ന പരിപാടിയാണ് പെയിന്റും പണിക്കാർക്കുള്ളത്. പെയിന്റ് പണിക്കാരാണ് ഈ കൊച്ചാക്കിക്കുന്നത്. അതിന് എനിക്ക് മറുപടി ഞങ്ങൾ തരുന്നില്ല. അതിനെനിക്ക് പെയിന്റ് പണിക്കാർ മറുപടി തന്നോളൂ. ഓരുണ്ടാവും തീരെ, ഓര് കേൾക്കുമല്ലോ, ഓര് മറുപടി തന്നോളൂ. നിങ്ങൾ പേരോടിനെ കുറിച്ച് സംസാരിക്കൂ. ഞങ്ങൾക്ക് പേരോട് ഞങ്ങളെ മാണിക്കക്കല്ല് മുത്ത് പുകരാങ്ങായി ജേത അടുപ്പുന്ന വരുന്നത്. പേരോട് ഉസ്താദിനെ പറ്റി ഞങ്ങൾക്കൊന്നും പറയാനേ ഇല്ല. അത് ഞങ്ങളെ പുകലാണ്, മാണിക്കക്കല്ലാണ്. പേരോടിന്റെ വികലമായ ആശയങ്ങളെ കുറിച്ച്, നീൽവാദത്തൊക്കെ സംബന്ധിച്ച് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഹാരിസ് മദനി ആ വിഷയത്തോടനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടോക്ക്. അതല്ലെങ്കിൽ ഹബീബായ തങ്ങളെ കുറിച്ച് കുഴഞ്ഞു കിടക്കുന്ന വാപ്പയാണെന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ നിന്നെ വെല്ലുവിളിക്കാണ്. ഹബീബായ
തങ്ങൾ കൊഴിഞ്ഞു കിടക്കുന്ന വാപ്പയോട് തുല്യമാക്കി എന്ന് പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വെല്ലുവിളിക്കുന്നു. നിന്നെ കൊണ്ട് തെളിയിക്കാൻ കഴിയൂല അങ്ങനത്തെ ഒരു സംഗതി. പാച്ച നോണ പറഞ്ഞുകൊണ്ട് നടക്കാനല്ല നിങ്ങളെ കൊണ്ട് കഴിയൂലടോ. നിങ്ങൾ സംസാരിക്കുകയും അതല്ല ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ നമ്മൾ പാക്കറ്റ് പാലാണോ അതല്ല ഇനി ബോട്ടിൽ വരുന്ന പാലാണോ കുടിക്കല് എന്നൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടത്? ഈ പാല് കുടിക്കുന്ന കാര്യം എന്നോട് ചർച്ച ചെയ്യാൻ കാരണം എന്താണ്? ഈ അമൃതാവ് കൊണ്ട് ഷെയ്ഖിന്റെ അടുത്തേക്ക് വല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ട എന്നുള്ള നിലക്കാണ് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഷെയ്ഖ് പിന്നെ ബാക്കി ഞാൻ പറയണില്ല. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ നാട്ടിലൊന്നും ഈ ചായക്കും കോഫിക്കൊന്നും ആളുകൾ ബോട്ടിലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലുകളൊന്നും ഉപയോഗിക്കാറില്ലേ? ഇനി അതല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത് ചെറിയ പ്രായമാണ്, പാലുകൂടി മാറാത്ത പ്രായമാണെന്നൊക്കെ ആണെങ്കിൽ എനിക്കിപ്പോ ഏകദേശം ഒരു 10-25 വയസ്സായി. പൊന്നാര സ്വാരിയെ 25 വയസ്സായിട്ട് പെണ്ണ് കെട്ടിയിട്ടില്ലല്ലോ. 25 വയസ്സായിക്കണ എനിക്ക്. 25 വയസ്സായിട്ട് പെണ്ണ് കെട്ടി. ഇനി മൂക്കില് പഞ്ഞ് പിന്നെ പല്ല് വന്നിട്ടാണ് ചേച്ചി പെണ്ണിട്ടാൻ കണ്ടിരിക്കണത്. അൽമറു യഖീസു അലാ നഫ്സിഹി എന്നാണല്ലോ. ഓരോരുത്തരും അവരവരുടെ സാഹചര്യങ്ങളെ വെച്ചിട്ടാണ് മറ്റുള്ള കാര്യങ്ങൾ തുലനം ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ 25-ാം വയസ്സിലും പാൽ കുടിച്ച് നടക്കലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഈ പാലുകൂടി നിർത്തിയത്? ഇനി അതല്ല എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില കുറവുകൾ, പക്വതക്കുറവ്, അന്തല്ലായ്മ, അതൊക്കെ നിങ്ങൾക്ക് നല്ലോണം കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് അനുഭവപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് പേരോടുത്താതിനെ കുറിച്ചാണെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പേരോടുത്താതിനെ കുറിച്ചാണെന്നുള്ളതാണ്. അതെ, അത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് തന്നെയാണോ. അതൊക്കെ നിങ്ങൾക്കാണ് ഇബ്ലീസ് മൗലവി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പേരോട് ഉസ്താദാകുന്നത് നിങ്ങൾക്കാണ്. ഞങ്ങൾക്ക് അയാൾ വെറും നിഴൽവാദിയാണ്. അനക്ക് പേരോട് ഉസ്താദ് വെറും നിഴൽവാദിയാണ് അല്ലേ? ഞങ്ങൾക്ക് പേരോട് ഉസ്താദാണ്, അനക്ക് വെറും പേരോട് ഉസ്താദ് നിഴൽവാദിയാണ്. സോറി, ഒഴുകൂര് മൊറയൂര് കളത്തിപ്പറമ്പാണ് ഇത് താമസിക്കുന്നത് അല്ലേ? അബ്ദുറഹ്മാൻ മൗലവിന്റെ മോനാണ് അബ്ദുറഹ്മാൻ മൗലവിന്റെ മോനാ. ഈ അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറഞ്ഞ ഇയാള് പൊന്മള ഉസ്താദിന്റെ 8 വർഷത്തെ ശിഷ്യനാ. അയാളുടെ മകനാണ് എന്നിട്ട് അന്നെ കൊണ്ടുപോയി ചേർത്തിരുന്നത് എവിടെയായിരുന്നു? പൊന്മള ഉസ്താദിന്റെ ആ ദർശത്തിൽ തന്നെ ആയിരുന്നു കൊണ്ടുപോയി ചേർത്തിരുന്നത്. പിന്നെ ഈ മുസീബത്ത് ഇറങ്ങിയപ്പോ, ഈ കോമാട്ടിൽ ചാലിൽ അബ്ദുള്ളാന്റെ മുസീബത്ത് ഇറങ്ങിയപ്പോ, ആ മുസീബത്തിൽ അബ്ദുറഹ്മാൻ മൗലവി പെട്ടപ്പോ പിന്നെ അന്നമെല്ലാം അവിടുന്ന് ഇങ്ങോട്ട് എസ്കേപ്പ് ആക്കി. അബ്ദുറഹ്മാൻ മൗലവി അവിടുന്ന് എല്ലാം ഇങ്ങോട്ട് എസ്കേപ്പ് ആക്കിയിട്ട് മെല്ലെ കോമാടിന്റെ അടുത്ത് കൊണ്ടുപോയി ചേർത്തു അല്ലേ? ശരിക്കും എൻ്റെ സ്ഥലം എവിടെ അറിയോ? കീശേരി പുളിയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്ഥലം കിടക്കുന്നത്. കീശേരി പുളിയങ്കോടാണ് എൻ്റെ യഥാർത്ഥ സ്ഥലം. അവിടെയാണ് നമ്മളെ പമ്പേസിന്റെ നാടുള്ളത്. അവിടെയാണ് കീശേരി പുളിയങ്കോടാണ് പമ്പേസിന്റെ നാട്. അവിടെ തന്നെ ആയിരുന്നു ഈ ചങ്ങായിന്റെ പേര. ഇവൻ ഇവിടുന്ന് വിറ്റ് പൊറുക്കിയാണ്ട് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴുകൂര് മൊറയൂര് കളത്തിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തെല്ലാം ആപത്തുകൾ ഇവന് വന്നു അറിയോ? എൻ്റെ ഉമ്മാക്ക് ഒരുപാട് സുഖമില്ലായ്മ ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇത് നമ്മളെ കൊണ്ട് ഫുള്ള് രഹസ്യങ്ങൾ പറയിപ്പിക്കരുത് കേട്ടോ സ്വാലിഹേ, ഫുള്ള് പറയിപ്പിക്കരുത്. എൻ്റെ ഓരോന്നും ക്ലിപ്പ് സഹിതം നമ്മളെ കയ്യിലുണ്ട്, മനസ്സിലാക്കിക്കോ. ഇത് പേരോട് ഉസ്താദിനായിട്ട് കളിക്കാൻ വന്നിട്ടുണ്ട് വെച്ചാല് ഓരോന്നും നമ്മളടുത്തുണ്ട്. എൻ്റെ അടിത്തറ മുതലുണ്ട്, മനസ്സിലാക്കിക്കോ. എൻ്റെ എല്ലാ വിഷയങ്ങളും ഉണ്ട്. പിന്നെ നമ്മളതൊന്നും പറയാത്ത എന്താ അറിയോ? ഇപ്പം അതൊന്നും കാണിക്കാത്തത് എൻ്റെ മറ്റു കുടുംബത്തിൽപ്പെട്ട കുറേ ആളുകൾ, സുന്നത്തമായത്തിൻ്റെ ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ വിഷയം പറയുന്നില്ല. അതല്ലെങ്കിൽ ഉണ്ടല്ലോ മുഴുവനും ഞങ്ങൾ പുറത്തുകിടും. നല്ല മനസ്സിലാക്കിക്കോ. നൗഷാദ് പറയലുണ്ടല്ലോ ഞങ്ങൾ ക്ലിപ്പ് പുറത്തുവിടും എന്ന് പേടിപ്പിക്കണ്ടല്ലോ. ആ പേടിപ്പിക്കലല്ലത്. എൻ്റെ സ്വന്തം എൻ്റെ തോള് പിടിച്ചു പോകുന്ന ആളുകൾ ഏതാണ്ടൊക്കെ നമ്മളെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വെറുതെ പറയല്ല. കളത്തിപ്പറമ്പ എൻ്റെ താമസപ്പോ ഇജിങ്ങനെ വലിയ ഡയലോഗ് പറയാ. ആരെ പറ്റിയിട്ടോ പറയണോ? മൗലാന പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് ആദ്യക്കടോ ചെറിയല്ലില്ലാത്തോന്തത്തെ
മുട്ടും കച്ചില്ലാത്തവനെ വർത്താനം പറഞ്ഞുകൊണ്ട് എടുക്കണ്. ആദ്യം സ്വയം ഒന്ന് പോയി നന്നാകാൻ നോക്ക്. എന്നിട്ടോ ഇങ്ങനെ അതിൻ്റെ അടുത്ത് ഇരുന്ന് പാലും കുപ്പി വർത്താനം പറഞ്ഞു. പാലും കുപ്പി വർത്താനം പറയാൻ കാരണം എന്താ വെച്ച് എൻ്റെ അമൃതിൻ്റെ കോല. ആ അമൃത് കൊണ്ട് എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ലേ. അതൊക്കെ പറയിപ്പിക്കരുത് കേട്ടോ, പറയിപ്പിക്കരുതേ. പറയിപ്പിച്ചാൽ എല്ലാം പുറത്തു വിടും. അത് വെറുതെ പറയുന്നല്ല. എവിടെ ഒരു പരിപാടി ഉണ്ടെങ്കിലും ആ പരിപാടിയുടെ സ്റ്റേജിൽ ഇങ്ങനെ അബ്ദുറഹ്മാൻ മൗലവി പോയി കുത്തിരിക്കുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും നമുക്കത് അറിയാഞ്ഞിട്ടൊന്നല്ല, എല്ലാം നമുക്കറിയും. പറയിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് ആ രൂപത്തിലൂടെ സംസാരിക്കും. മൗലാന പേരോട് ഉസ്താദിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഇജു എൻ്റെ വാപ്പിയും അതുപോലെ തന്നെ എൻ്റെ കോമാട്ടുചാലയിലെ അദ്ദും കുടുംബവും മൊത്തം ഒരുങ്ങിയാലും മോനെ ഉലകത്തുനിന്ന് നടക്കാൻ പോണ കാര്യമല്ല, ഉലകത്തുനിന്ന് നടക്കൂല. ആ കാര്യം ഉറപ്പാ. മൗലാന പേരോട് ഉസ്താദ് അതൊരു ശക്തിയാണ്, വൻ ശക്തിയാണ്. അത് വൻ ശക്തിയാണ്. അതിനെ തകർക്കാൻ ഒരാളെ കൊണ്ടും ഇന്ന് കേരളത്തിൽ കഴിയൂല.